ഫ്രീ ഹാൻഡ് ആയിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് ഇഷ്ടം പോലെ വഴികളുണ്ട്. അതിലൊരു വഴിയാണ് ലൂമിസ് മെത്തേഡ്. പ്രശസ്ത ചിത്രകാരൻ ആൻഡ്രൂ ലൂമിസ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഐഡിയ അല്ലെങ്കിൽ മനുഷ്യന്റെ തല വരയ്ക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ലൂമിസ് മെത്തേഡ്. ഇനി അപ്കമിംഗ് ആയി വരുന്ന ജനറേഷൻസിനെല്ലാം വരച്ച് പഠിക്കാനായിട്ട് പുള്ളി പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ് ഡ്രോയിങ് ദി ഹെഡ് ആൻഡ് ഹാൻഡ്സ്, ഫിഗർ ഡ്രോയിങ് ഫോർ ഓൾ ഇറ്റ്സ് വർത്ത്, ക്രിയേറ്റീവ് ഇല്ലുസ്ട്രേഷൻ, സക്സസ്ഫുൾ ഡ്രോയിങ്. ഇതിൽ ഡ്രോയിങ് ദി ഹെഡ് ആൻഡ് ഹാൻഡ്സ് എന്ന ബുക്കിലാണ് മനുഷ്യന്റെ തല വരയ്ക്കാനുള്ള ട്രിക്സുകൾ പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലൂമിസ് മെത്തേഡിന്റെ അഗാധമായ ഉൾവഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ നമുക്ക് സഞ്ചരിക്കാം. ഈ ഡിജിറ്റലി വരയ്ക്കുന്ന ആളുകൾക്കോ പേപ്പറിലോ ക്യാൻവാസിലോ വരയ്ക്കുന്ന ആളുകൾക്കോ എല്ലാവർക്കും തന്നെ ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണം. പിന്നെ പാർട്ട് 1 മെൻസ് ഹെഡ്. ഇതൊരു സർക്കിളാണ്. ഇതിൻ്റെ 4 ഈക്വൽ കഷ്ണങ്ങൾ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് 90 ഡിഗ്രി കട്ട് ചെയ്യുന്ന ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇതൊരു സ്ഫിയർ അല്ലെങ്കിൽ ഒരു ബോൾ ആണെങ്കിലോ നമ്മൾ സാധാരണ ഈ ആപ്പിളൊക്കെ കട്ട് ചെയ്യാറില്ലേ, മുകളിൽ നിന്നും കട്ട് ചെയ്ത് 4 കഷ്ണമാക്കാറില്ല. ഇതുപോലെ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് ഒരു ബോളിനെ 4 ഈക്വൽ പോർഷൻ ആക്കുന്നത് പോലെ ലൈൻസുകൾ വരയ്ക്കാം. ഈ ആക്സിസിന്റെ ആംഗിൾ 45 ഡിഗ്രിയാണ്. ഇനി ഈ ബോളിനെ വട്ടത്തിൽ കട്ട് ചെയ്യണം. മുകളിൽ നിന്നും 2 കട്ട്, സൈഡിൽ നിന്നും 1 കട്ട്. അതായത് ഭൂമിയുടെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് എക്സാമ്പിൾ ആക്കി എടുത്താൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ബേസിക് കോൺസെപ്റ്റ്, മിഡിൽ ലൈൻ, ബ്രോ ലൈൻ. ഇനി ഈ ബോളിന്റെ ഓപ്പോസിറ്റ് സൈഡ് വ്യൂ ഒന്ന് നോക്കാം. ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ലൈനാണ് ഫേസ് മിഡിൽ ലൈൻ, ക്രോസ് കട്ട് ചെയ്തത് ബ്രോ ലൈൻ. ഇതുവരെ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു ഹ്യൂമൻ സ്കൾ എടുക്കാം. ഇതൊരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല. നമ്മൾ നല്ല ചെനച്ച മൂവാണ്ടൻ മാങ്ങ 2 സൈഡിൽ നിന്നും ചെത്തിയെടുക്കാറില്ലേ, 2 സൈഡിൽ നിന്നും നല്ല പോർഷൻ നോക്കി. അതുപോലെ ഈ സ്ഫിയറിനെ 2 സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ഷേപ്പിലാണ് നമ്മുടെ ഹ്യൂമൻ ഹെഡ് ഉള്ളത്. ഈ 2 സൈഡും കട്ട് ചെയ്തെടുക്കാം. എത്ര അളവിൽ കട്ട് ചെയ്യണം? ഈ സ്ഫിയറിന്റെ സൈഡ് വ്യൂ എടുക്കാം. ഈ സർക്കിളിന്റെ 3/2 ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. സോ ഈക്വൽ പോയിന്റ്സുകൾ മാർക്ക് ചെയ്ത് സർക്കിൾ വരയ്ക്കാം. ഇപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ മുഴുവനായിട്ടും ക്ലിയർ ആയിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇവിടെ വരയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. സോ ഇവിടെയാണ് നമ്മുടെ ആക്സിസ് ലൈൻ ഉള്ളത്. ആക്സിസ് ലൈനിനെ ബേസ് ചെയ്ത് ക്രോസ് ലൈൻ വരയ്ക്കുന്നു. ഇവിടെ ഒരു ക്രോസ് ലൈൻ ഇൻവിസിബിൾ ആണ്, പക്ഷെ അത് ഈ സൈഡ് വ്യൂവിലുണ്ട്. ദെൻ സെന്റർ പോയിന്റിലായിട്ട് ബ്രോ ലൈൻ വരയ്ക്കാം. ഇത് ഈ ഫേസിന്റെ ഫ്രണ്ട് ലൈൻ, ഇത് ബ്രോ ലൈൻ. ഇനി ഇതിന്റെ പാരലലായി സൈഡ് വ്യൂ കൂടി വരയ്ക്കാം. ഡ്രോ ദ സർക്കിൾ, ബ്രോ ലൈൻ സൈഡ് വ്യൂയിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. നേരത്തെ ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞ ലൈൻ ഇവിടെ ഈ സൈഡ് വ്യൂവിൽ വരയ്ക്കാം. നെക്സ്റ്റ് സൈഡ് ഏരിയ കട്ട് ചെയ്യണം. സൈഡ് വ്യൂവിൽ 2/3 പോയിന്റ് മാർക്ക് ചെയ്ത് അഗെയിൻ സർക്കിൾ വരയ്ക്കണം. ഇനി ഈ സർക്കിളിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് പാരലലായി ഫ്രണ്ട് വ്യൂവിൽ കൂടി മാർക്ക് ചെയ്യണം. സോ ഇതാണ് കട്ട് ചെയ്ത പോർഷൻ. ഇപ്പോൾ ഇവിടെ 3 ഹൊറിസോണ്ടൽ ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഹെയർ ലൈൻ, പിന്നെ ബ്രോ ലൈൻ, ഇത് നോസ് ലൈൻ. ഇതിന്റെ പ്രത്യേകത ഈ 3 ലൈൻസിനും സെയിം സ്പേസിംഗ് ആണുള്ളത്. സോ ഈ അളവിൽ തന്നെ താഴെ ഒരു ലൈൻ കൂടി വരയ്ക്കണം. അതാണ് ചിൻ ലൈൻ. കട്ട് ചെയ്ത ഈ സർക്കിളിന്റെ ക്വാർട്ടർ ഷേപ്പിലാണ് ചെവി വരുന്നത്. ഇതാണ് ലൂമിസ് മെത്തേഡിൽ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ ഹെഡിന്റെ ബേസിക് ഷേപ്പ്. ഇനി കണ്ണ്, ചുണ്ട്, പിരികൻ, മൂക്ക് ഇതൊക്കെ വരച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇത് നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മടിയുള്ളവർക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ഒക്കെ വെക്കാം. അതായത് ഒരു 30 ഡേയ്സ് ചലഞ്ച്, അല്ലെങ്കിൽ 2 മാസം എല്ലാ മോർണിംഗും വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയുള്ള ചലഞ്ചുകളൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ലൂമിസ് മെത്തേഡ് ഉപയോഗിച്ച് ഫ്രീ ഹാൻഡ് ആയിട്ട് ഔട്ട്ലൈൻസ് വരയ്ക്കാം.